ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 9-ഇഞ്ച് ആൻഡ്രോയിഡ് എങ്ങനെ ഒരു കാറിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. കമ്പനി സ്റ്റീരിയോ റിമൂവ് ചെയ്യലും എങ്ങനെയെന്ന് നോക്കാം. ഇത് 2021 മോഡൽ ന്യൂ എർട്ടിഗയാണ്. ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആൻഡ്രോയിഡ് 9-ഇഞ്ച്. വയറിംഗ് കിറ്റ് കാര്യങ്ങൾ ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഈ കേബിളുകൾ വഴിയാണ് മൈക്ക്, സബ് ഔട്ട്, വീഡിയോ ഇന്ന്, വീഡിയോ ഔട്ട്പുട്ട് എല്ലാം കണക്ട് ചെയ്യുന്നത്. ഈ കേബിളാണ് റിവേഴ്സ് ക്യാമറയുടെ ഇൻപുട്ട്. USB കണക്റ്റ് 2 കേബിളുകളിലായി വരുന്നുണ്ട്. GPS ആൻറ്റിനയാണ് ഈ കാണുന്നത്. നാവിഗേഷൻ വർക്ക് ചെയ്തതിന് വേണ്ടി സഹായിക്കും. ഇതാണ് 9-ഇഞ്ച് ആൻഡ്രോയിഡിൻ്റെ പാനൽ. എർട്ടിഗയ്ക്ക് വേണ്ടി വരുന്ന പാനലാണിത്. ഓരോ വണ്ടികൾക്കും ഓരോ പാനൽ തന്നെ ഉണ്ടായിരിക്കും. പാനലിൻ്റെ കൂടെ വരുന്ന ആൻഡ്രോയിഡിൻ്റെ മെയിൻ കപ്ലയറാണ് ഈ കാണുന്നത്. ഒരു വാഹനത്തിൽ ആൻഡ്രോയിഡ് ഫിറ്റ് ചെയ്യുന്നത് കൊണ്ട് വയർ കട്ട് ചെയ്യേണ്ട, വയർ സ്ലീവ് ചെയ്യേണ്ടയോ ഒരാവശ്യവും വരുന്നില്ല. കപ്ലർ ടു കപ്ലർ കണക്റ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ വാറണ്ടി നഷ്ടപ്പെടില്ല. പാനൽ ആൻഡ്രോയിഡുമായി ബന്ധിപ്പിക്കാം. അതിന് 5 ചെറിയ സ്ക്രൂകൾ ആവശ്യമാണ്. വാഹനത്തിൻ്റെ കമ്പനി സ്റ്റീരിയോ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള പാനൽ ടൂളുകൾ മാത്രം ഉപയോഗിക്കുക. സ്ക്രൂ ഡ്രൈവറോ മറ്റോ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ നോക്കിയാൽ ഡാഷ്ബോർഡ് കാര്യങ്ങളിലൊക്കെ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. കമ്പനി സ്റ്റീരിയോ റിമൂവ് ചെയ്യാൻ ആദ്യം AC ബട്ടണൊക്കെ വരുന്ന ഭാഗം അഴിച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിലായി 2 സ്ക്രൂ ഉണ്ട്. അത് അഴിച്ചെടുത്താൽ മാത്രമേ കമ്പനി സ്റ്റീരിയോ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓരോ കാറിലും ഓരോ രൂപത്തിലായിരിക്കും റിമൂവ് ചെയ്യേണ്ടി വരിക. ഇത് ന്യൂ എർട്ടിഗയിൽ കമ്പനി സ്റ്റീരിയോ റിമൂവ് ചെയ്യുന്ന രീതിയാണ്. ഈ 2 സ്ക്രൂകളും റിമൂവ് ചെയ്താൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായി കമ്പനി സ്റ്റീരിയോ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓരോ കപ്ലയറുകളായിട്ട് റിമൂവ് ചെയ്യാൻ മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് നീക്കിയാൽ മതി. പഴയ സെറ്റിൻ്റെ കപ്ലയറിൽ തന്നെയാണ് പുതിയ ആൻഡ്രോയിഡിൻ്റെ കപ്ലയറും സെറ്റ് ചെയ്യുന്നത്. ഇത് റേഡിയോയുടെ കപ്ലയറാണ്, റേഡിയോ ആൻറ്റിനയുടെ. US ക്യാമറയുടെ വീഡിയോ ഇൻപുട്ട്, മെയിൻ പവർ സപ്ലൈ, USBക്ക് വേണ്ടിയുള്ള 2 കേബിളുകളും ഡാഷ് ബോക്സിലേക്ക് വെച്ചിരിക്കുന്നു. സബ് ഔട്ട്, വീഡിയോ ഇൻപുട്ട് ഔട്ട്പുട്ട്, മൈക്ക് എല്ലാം വരുന്ന കപ്ലയർ ആൻഡ്രോയിഡിൽ ഫിറ്റ് ചെയ്യാം. വീഡിയോ ക്യാമറയുടെ ഇൻപുട്ട് കണക്ട് ചെയ്യാം. GPS ആൻറ്റിന കണക്ട് ചെയ്യാം. GPS ആൻറ്റിന ഏറ്റവും നല്ലത് ഡാഷിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഒട്ടിച്ച് വെക്കുന്നതാണ്. ആൻഡ്രോയിഡിലേക്കുള്ള മെയിൻ പവർ സപ്ലൈ, മെയിൻ കപ്ലയർ കണക്ട് ചെയ്തു. വീഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്തു. റേഡിയോ ആൻറ്റിനയുടെ ഇൻപുട്ട്
ഇതിലൂടെയാണ് കണക്ട് ചെയ്യൽ. പെൻഡ്രൈവ് USB-യുടെ 2 കപ്ലറുകൾ ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യുന്നു. ആൻഡ്രോയിഡ് ഓൺ ആയിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ നൽകാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.